ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ലഡുയുടെ റെസിപ്പി ആയിട്ടാണ്. റവ ലഡു സാധാരണയായിട്ട് തരിയോട് കൂടിയിട്ടുള്ള റവ ലഡു ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ റവയൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ള രീതിയിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവയൊന്ന് പൊടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ ലഡു ആണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള റവ ലഡു ആണിത്. അപ്പോൾ ഈ ഒരു ദീപാവലിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റവ ലഡു ഉണ്ടാക്കുന്നത് നോക്കാം. റവ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് റവ, ഷുഗർ, നെയ്യ്, കാഷ്യൂനട്ട്, റൈസിൻസ്, കുറച്ച് ഏലക്കാപ്പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ റവയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. റവ കരിഞ്ഞു പോവാതെ നന്നായിട്ട് റവയ്ക്ക് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല മൂത്ത് നല്ല പാകമായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം അത്ര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഷുഗർ എടുത്താലും മതിയാവും. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനോട് കൂടെ തന്നെ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഏലക്ക മുഴുവനോടെ ഇട്ട് കൊടുത്താലും മതി. നന്നായിട്ട് ഫൈൻ പൗഡറാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഏലക്കയും ജാതിക്കയും ഷുഗറും എല്ലാം കൂടെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് റവ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു ഷുഗറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2 പൊടികളും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റവയുടെ മിക്സിലേക്ക് ഇത് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അതേ പാനിലേക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏകദേശം പകുതിയോളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയെടുക്കുക. ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ചൂടായ നെയ്യ് നമുക്ക് ഈ പൊടിയുടെ മിക്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ലഡുവിൻ്റെ ഷേപ്പ് കിട്ടണം, ക്രാക്കൊന്നും ഇല്ലാത്ത. എന്നാൽ ഇതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞങ്ങ് പോവുകയും വേണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനാവശ്യമുള്ള നെയ്യ് കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നെയ്യിൻ്റെ നനവ് മാത്രമല്ല, ഈ നെയ്യ് ചേരുന്ന സമയത്ത് നമ്മളുടെ ഷുഗറും കൂടെ മെൽറ്റായിട്ട് അതിൻ്റെ നനവ് കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ പാകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. ഇപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ ലഡുകളായിട്ട് ഉരുട്ടിയെടുക്കാം. നെയ്യ് ചൂടാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ എല്ലാ ലഡുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് എനിക്കൊരു 16
ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലഡു നമുക്ക് കുറച്ച് ദിവസം ഷെൽഫ് ലൈഫ് ഉള്ളതാണ്. നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ലഡു കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കുറച്ച് നേരം കഴിയുമ്പോഴാണ് ഇതൊന്ന് സെറ്റായി ഒന്ന് ഉറച്ച് വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ദീപാവലിക്ക് എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വീറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.